അറിഞ്ഞില്ലേ, പൊതുജനം കാത്തിരുന്ന സുപ്രധാനമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അപകടകാരികളും അതുപോലെ ആക്രമണകാരികളും പേവിഷം ഉൾപ്പെടെയുള്ള മാറാവ്യാധികളും കൊണ്ട് ഉഴലുന്ന തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം എന്നുള്ള സുപ്രധാനമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വെറ്റിനറി ഡോക്ടറുടെ പരിശോധന നിർബന്ധം 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിലെ സുപ്രധാനമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാവണം ഈ ദയാവധം നടപ്പിലാക്കേണ്ടത്. അതാണ് പ്രധാനം. നായയുടെ കടിയേൽക്കാതെ നിർഭയം സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൽ പെടുമെന്ന സുപ്രധാനമായ നിരീക്ഷണവും സുപ്രീം കോടതി നടത്തി. 2025 3,69,000 പരം ആൾക്കാർക്കാണ് കേരളത്തിൽ തെരുവുനായയുടെ കടിയേൽക്കുന്നത്. അതിൽ 33 പേർ പേവിഷബാധയേറ്റു മരണപ്പെട്ടു എന്നുള്ളത് ഭയാനകമായ ഒരു ഡേറ്റയാണ്. ഇവിടെയാണ് ഈ വിധിയുടെ പ്രാധാന്യം വരുന്നത്. നായപിടുത്തത്തിന് കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ സംഭവം മണത്തറിയുന്ന നായകൾ കൂട്ടത്തോടെ സ്കൂട്ടാവുന്ന കാഴ്ച വളരെ രസകരമായി തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ വിധി നായകൾ അറിയാതിരിക്കട്ടെ.